ചിക്കൻ പിന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത് 2.5 ടീസ്പൂൺ കോൺഫ്ലവറും ഇതിന് 2 കയ്യിൽ പിന്നെ മൈദയും 1 കയ്യിൽ അരിപ്പൊടിയും കുറച്ച് ഉപ്പുമാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ലേശം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കലക്കി വെള്ളം പാകത്തിനാക്കി കലക്കി വെക്കുക. പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ കട്ടയില്ലാതെ കലക്കി വെക്കുക. ഇതിന് ശേഷം ഇത് നല്ലോണം പൊടിച്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ തൈര് ഇട്ട് കുഴച്ച് കൊടുക്കണം. മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് വറുക്കാൻ വെക്കാം. ഇതിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്ക് എടുത്ത് പൊരിക്കാം. കൂടെ കഴിക്കാൻ നല്ലൊരു പിന്നെ കിഴങ്ങും ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ. അപ്പം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ 1.5 മണിക്കൂറായി. 2 മണിക്കൂറായാലും കുഴപ്പമില്ല. 1 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വേണം. പിന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിൽ മുക്കി പൊരിക്കാൻ. പിന്നെ കുറച്ച് മൈദമാവും കോൺഫ്ലവറും ഒക്കെ കലക്കി വെച്ചതുണ്ട്. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നല്ലപോലെ അടിച്ചിട്ട് ആദ്യം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1.5 മണിക്കൂറായി. 2 മണിക്കൂറായാലും കുഴപ്പമില്ല. 1 മണിക്കൂറായി നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 1.5 മണിക്കൂറായി. പിന്നെ അതിന് വേണ്ടി നമ്മൾ ബാറ്റ് ശരിയാക്കി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓട്സ്. ബ്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ്, എൻ്റെ അടുത്ത് ബ്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഓട്സ് എടുത്തത്. അപ്പം ആദ്യം ഈ ചിക്കൻ എടുത്തിട്ട് ഈ ബ്രെഡിൽ ഒന്ന് മുക്കുക. ഓട്സിലൊന്ന് ഇങ്ങനെ മുക്കിയിട്ട് ചിക്കനിൽ ഇങ്ങനെ ഒന്ന് മുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുക. നല്ല ക്രിസ്പിയായിട്ട് പൊരിക്കണം കേട്ടോ. മാവിലൊന്ന് മുക്കുക. പിന്നെ ബ്രെഡിലൊന്ന് മുക്കുക. എന്നിട്ട് മുട്ടയിലും മുക്കിയിട്ട് നല്ല ക്രിസ്പിയായി പൊരിക്കുക. മാവിൽ മുക്കുക. ബ്രെഡിലൊന്ന് പൊടിയിൽ ഓട്സിൻ്റെ പൊടിയിലൊന്ന് മുക്കുക. എന്നിട്ട് ഈ എഗ്ഗിൽ മുട്ടയിലൊന്ന് മുക്കുക. അതേമാതിരി മാവിൽ ഒന്ന് മുക്കുക. ഓട്സിൻ്റെ പൊടിയും ആക്കി കൊടുത്തിട്ട് എഗ്ഗിൽ മുക്കുക. ഇതുപോലെ ഇത് എല്ലാം